ഭർത്താക്കന്മാരെ ഇപ്പൊ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോഴേ നമ്മൾ ഉറക്കം നടിച്ച് കിടക്കണം. കള്ള ഉറക്കം നടിച്ച് അങ്ങ് കിടക്കണം. The gaseous part is known as the atmosphere. The ocean, seas, rivers, etc. together constitute the hydrosphere. The lithosphere, atmosphere. അമ്മയുടെ മോളെ അമ്മയ്ക്ക് പെട്ടെന്ന് ഉറക്കം വന്നു. പെട്ടെന്ന് ഉറക്കം വരെ ആ. അത് കൊള്ളാലോ. The lithosphere, hydrosphere and atmosphere. ലീലാവതി ൂർക്കം വലിച്ചു. എന്താ ലീലാവതി പെട്ടെന്ന് ഇങ്ങനെ ഉറക്കം വരാൻ? ഓ ഉറക്കം. ലീലാവതി ചായ എടുക്കാൻ. അച്ഛാ, അമ്മയ്ക്ക് അടുക്കളയിൽ നിന്നപ്പോ പെട്ടെന്ന് ഉറക്കം വന്നതാ. ആണോ? ആ. സംഗതി കുഴപ്പമായല്ലോ മോളെ. എന്താ അച്ഛാ? അല്ല, അരമണിക്കൂറിനുള്ളിൽ ഒരു സ്ഥലം വരെ പോണമായിരുന്നു അമ്മയും കൂട്ടിയിട്ട്. ഇനിയിപ്പോ ഉറക്കത്തുനിന്ന് എങ്ങനെ ഉണർത്തും? പറയിക്കോട്ടെ. എവിടെയാ അച്ഛാ പോകുന്നേ? AC-യുടെ കാര്യത്തിനാ. AC വാങ്ങാൻ പോകുവാണോ അച്ഛാ? ആ, അമ്മ കൂടെ വന്ന് കണ്ട് ഏത് വേണോന്ന് ഫിക്സ് ചെയ്യണം. ആ കടയെ നേരത്തെ അടയ്ക്കും. അരമണിക്കൂറിനകം ചെന്നാൽ ഇന്ന് സെലക്ട് ചെയ്യാം. എപ്പോ വന്നു? മാറി ഇങ്ങോട്ട്. എന്താന്നറിയില്ല, പെട്ടെന്ന് ഉറക്കം വന്നു നരേട്ടാ. അമ്മേ, പെട്ടെന്ന് ചെന്ന് AC എടുക്കാന്ന്. സത്യാണോ? നീ ഇപ്പൊ കേട്ടതല്ലേ? എപ്പോ? അയ്യോ, ഞാൻ നല്ല ഉറക്കമായിരുന്നു. നരേട്ടാ, പെട്ടെന്ന് അരമണിക്കൂറിനകം അവിടെ എത്തണ്ടേ? ആരാ പറഞ്ഞ അരമണിക്കൂറിനകം എത്തണമെന്ന്? ഞാൻ കേട്ടല്ലോ. അപ്പോ ഗിന്നസ് ബുക്കിൽ വരും. കൂർക്കം വലിച്ചുറങ്ങുമ്പോഴും പുറത്തെ സംഭാഷണം കേൾക്കുന്ന ഒരാൾ. AC-യുടെ കാര്യം സത്യമാണോ നരേട്ടാ? സത്യ. ഓഫീസിലിരുന്ന് ആലോചിച്ചു. നീ പറഞ്ഞ നേരാ. കാലം മാറിപ്പോയി. അതിനൊത്ത് കോലം കെട്ടണം. എന്നാ നമുക്ക് ഇറങ്ങാം. അതെ, ഞാൻ നിന്നെ ഉണർത്താൻ വേണ്ടി പറഞ്ഞ. AC-യുടെ കാര്യം പറഞ്ഞിട്ട് നീ ഉണർന്നില്ലെങ്കിൽ സാരിയുടെ കാര്യം പറയുമ്പോ ഉണരും. സാരിയുടെ കാര്യം പറയുമ്പോ ഉണരാത്ത ഒരു പെണ്ണും കാണില്ല. 3-4 ദിവസത്തിനൊക്കെ AC കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യും. ഞാൻ പോയി ചായ എടുത്തോണ്ടേ. മോളെ ഒന്ന് പഠിക്കേ. എന്താ ചേച്ചി ഇന്നലെ പറഞ്ഞ പോലെ തന്നെ? എന്താ? പാണ്ടായി. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് വെച്ചാ വെടിയും വെച്ചിട്ടോ എന്ന് പറയണോ? അവിടെ AC വെക്കാൻ തീരുമാനിച്ചു. അയ്യോ ചേച്ചി, അയ്യോ കുഞ്ഞെ, തളർന്നു പോവരുത് കുഞ്ഞെ. പ്രതിസന്ധി തളരരുത്. അറിയാം, അയലോക്കത്ത് നേട്ടം ഉണ്ടാവുമ്പോ നമുക്കുണ്ടാകുന്ന തളർച്ച അറിയാം. പിന്നെ വേറൊരു കാര്യം കൂടി, AC വെക്കാൻ പോകുന്ന കാര്യം സതിക്കുഞ്ഞ് അറിയാൻ വേണ്ടി ലീലാവതി കുഞ്ഞിപ്പൊ വരും. അതറിഞ്ഞോണ്ടാണ് ഞാൻ മുമ്പേ ഇങ്ങ് വന്നത്. ഈ വീട്ടിനകത്ത് അവള് കേറിയ ചോര വീഴും, ചോര. ഇവിടെ നിക്ക്. കുഞ്ഞ് കേക്കാൻ വേണ്ടി എന്നെ വിളിച്ച് പറയും. കണ്ട? അയ്യോ കുഞ്ഞെ, എനിക്ക് ഇവിടെ ഒരുപാട് ജോലിയുണ്ട് കേട്ടാ. അയ്യോ അതല്ല ചേച്ചി, ഇവിടെ AC വെക്കാൻ പോകുന്ന കാര്യം പറയാനാ വിളിച്ചേ. ചേച്ചിയുടെ വീട്ടിൽ AC ഉണ്ടോ? ഇല്ല കുഞ്ഞെ, എന്റെ വീടിന്റെ അടുത്ത് ഒരു ടാക്സി ഉണ്ട്. വീട്ടിന്റെ അപ്പുറത്ത് ഒരു റോസി ഉണ്ട്. അവള് എന്റെ കൂട്ടുകാരി. ചേച്ചി അവളോട് വാചകം നിർത്താൻ പറ. പാവങ്ങളല്ലേ, പാവങ്ങൾക്ക് AC വെക്കാൻ പറ്റില്ലല്ലോ. അത് എന്നെ കുഞ്ഞെ, പാവങ്ങൾക്ക് AC വാങ്ങിക്കാൻ കാശില്ല. പണക്കാര് AC വെച്ചങ്ങ് പാവങ്ങളാവും. ഇടയ്ക്ക് തണുപ്പ് കൊള്ളണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വരണേ ചേച്ചി. കാരണം ചേച്ചി നിൽക്കുന്ന എല്ലായിടത്തും AC കാണില്ലല്ലോ. 2 ദിവസം AC വെക്കും. എന്നാ ഞാൻ പോട്ടെ ചേച്ചി. സൂക്ഷിച്ചു പോണേ. അവിടെ അറ്റത്തൊരു കല്ല് ഇടപ്പുണ്ട് കേട്ടാ. സന്തോഷം കൊണ്ട് ചേച്ചി ഇവിടെ ഞാൻ കൂൾ ഡൗൺ കുഞ്ഞെ, കൂൾ ഡൗൺ. എനിക്ക്
എന്താണ് ഇത്ര ദേഷ്യത്തില്? അങ്ങനെ വിട്ടാ പറ്റില്ല മാവ. നമുക്ക് വേണം AC. ഞാൻ AC-യുടെ വില അന്വേഷിക്കാൻ പോവാ. അതിനിത്ര സ്പീഡ് എന്തിനാ? പെതുക്കെ ചെന്ന് ചോദിച്ചാൽ അവർ വില പറയുമല്ലോ. ഇനി ഓരോ കാര്യങ്ങളും വേഗത്തിലായിരിക്കണം. ഓഹോ, ഓരോ കാര്യങ്ങളും വേഗത്തിലായിരിക്കണോ? ആഹാ. ആ. ആ. സ്റ്റോപ്പ്. മതി കുഞ്ഞെ. ഇപ്പൊ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നടന്നത് മൊത്തം കൂട്ടി ഒരു 10-100 കിലോമീറ്റർ ആയി കാണും. മതി, യാത്ര നിർത്തണം. ഇല്ലല്ലോ ചേച്ചി, തീ പിടിച്ച മനസ്സൊരിക്കലും അടങ്ങിയിരിക്കില്ല. തീ തുപ്പുന്ന റോക്കറ്റ് പോലെ അതങ്ങ് പാഞ്ഞോണ്ടിരിക്കും. ഞാനിപ്പോ അങ്ങനെ വണ്ടിക്ക് തീ പിടിച്ചിരിക്കുക. എന്നാ പെട്ടെന്ന് കുറച്ച് വെള്ളം കുടിച്ചാ മതി കുഞ്ഞെ. ഇല്ല, ഈ തീ അണയ്ക്കാൻ വെള്ളത്തിന് സാധ്യമല്ല. അയ്യോ പറ്റും കുഞ്ഞെ, 5-6 ബക്കറ്റ് വെള്ളം കുടിച്ചാ മതി. ഇല്ല, അഗ്നി ശമിപ്പിക്കാൻ വേണ്ടുന്നത് AC ആണ്. AC അണയ്ക്കണ്ട, ഒന്ന് തണുപ്പിച്ചാ മതി. അതിന് AC വേണം. ഓ ഭഗവാനെ, ഇത്രയും പറയാനാണ് ഈ കിടന്ന് ചുറ്റി കളിച്ചത്. അവളുടെ ആക്ഷേപം, ആ ചിരി, അതെന്റെ കാതിലല്ല ചേച്ചി, എന്റെ മനസ്സിലാ തറച്ചത്. ആ മുറിവ് കരിക്കണം, അല്ല തണുപ്പിക്കണം. അതിന് ഓ AC വേണം. യു ആർ അണ്ടർസ്റ്റാൻഡ്. അത് തന്നെ, അതിന് AC വേണം. AC